നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് വേണ്ടി കാൽവരിയിൽ ബലിയായി തീരുകയും മനുഷ്യവർഗത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി മറുവില യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ പ്രിയപ്പെട്ടവ ഏവർക്കും എൻ്റെ ഹൃദ്യമായ സ്നേഹവന്ദനം ആദ്യമേ അറിയിക്കുന്നു. പിന്നുള്ളവരെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ എതിർ ക്രിസ്തു ആരാണ് എന്നുള്ളത് കണ്ടെത്തുവാൻ ബൈബിൾ വെളിപ്പെടുത്തുന്ന എതിർ ക്രിസ്തു ആരാണ് എന്നുള്ളത് കണ്ടെത്തുവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ആദ്യ പടിയാണ്, ആദ്യ ഭാഗമാണ് നമ്മൾ അന്ന് നിർവഹിച്ചത്. ഞാൻ പറഞ്ഞിരുന്നു, എതിർ ക്രിസ്തു എന്നുള്ളത് അതായത് ആൻറ്റി ക്രൈസ്റ്റ്. വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി ഈ ആൻറ്റി ക്രൈസ്റ്റ് ആരാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് വ്യക്തമായ ചില രൂപരേഖകൾ നൽകുന്നുണ്ട്. അത് ബൈബിളിൻ്റെ പല ഭാഗങ്ങളിലായി അതിങ്ങനെ ചിതറിക്കിടക്കുന്നു. അവയെ നാം ഇണക്കുമ്പോൾ നമുക്ക് വ്യക്തമായ ഒരു ചിത്രം ലഭിക്കും. അതാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതും. അതിൻ്റെ ആദ്യപടിയായി തെസ്സലോനിക്കയിലെ 2 തെസ്സലോനി 2-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഈ എതിർ ക്രിസ്തുവിനെ അതിൻ്റെ ആരംഭത്തെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ വിശദമാക്കുന്ന ആ ഒരു വേദഭാഗമാണ് നമ്മൾ ചിന്തിച്ചത്. ഇതിൻ്റെ അടുത്ത പടിയായി നിങ്ങളിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വെളിപാട് പുസ്തകത്തിൽ ഈ എതിർ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഒന്നിലേറെ ഭാഗങ്ങളുണ്ട്. 12-ാം അധ്യായം, 13-ാം അധ്യായം, 17-ാം അധ്യായം, ഇവിടെയൊക്കെയും ഈ എതിർ ക്രിസ്തു ആരാണ് എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു പിടികിട്ടാപ്പുള്ളിയെ അല്ലെങ്കിൽ ഒരു കുറ്റവാളിയെ അവനെ കണ്ടെത്തുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ, ഒളിവിൽ കഴിയുന്ന ഒരു കുറ്റവാളിയാണെങ്കിൽ അവനെ കണ്ടെത്തുവാൻ പരിശ്രമിക്കുമ്പോൾ ഒരു ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയാണെങ്കിൽ ഈ പ്രതിയുടെ പല ലക്ഷണങ്ങളും, അവൻ്റെ പ്രായം, അവൻ്റെ ഉയരം, അവന് ഏകദേശം ഉണ്ടാകാവുന്ന വെയിറ്റ്, അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ സ്വഭാവം, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇവർ ഈ ലുക്കൗട്ട് നോട്ടീസിൽ പ്രസിദ്ധപ്പെടുത്തും എന്ന് പറഞ്ഞതുപോലെ. ഇല്ലെങ്കിൽ നമുക്ക് അറിയാം, നമ്മുടെ ഒരു ചിത്രം വരയ്ക്കുവാൻ അതിൻ്റെ ഔട്ട്ലൈനിൽ കുറേയേറെ ഡോട്ടുകൾ ഇട്ടതിന് ശേഷം ആ ഡോട്ടുകൾ യോജിപ്പിച്ച് കഴിയുമ്പോൾ ആ ചിത്രത്തിൻ്റെ ഒരു പൂർണ്ണ രൂപം നമുക്ക് ലഭിക്കും എന്ന് പറഞ്ഞതുപോലെ, ഈ എതിർ ക്രിസ്തു ആരാണെന്ന് കണ്ടെത്തുവാൻ ബൈബിൾ നമുക്ക് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്ന കുറേയേറെ വസ്തുതകളുണ്ട്. അവ വളരെ ശ്രദ്ധാപൂർവം നാം അതിനെ നാം കാണാൻ ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ കാണാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നും പല മുൻവിധികളും നാം മാറ്റിവെക്കണം. അതാണ് എനിക്ക് നിങ്ങളോട് ആദ്യമേ പറയുവാനുള്ളത്. ഈ ആമുഖത്തോടുകൂടി പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന് ജീവദാതാവായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടെത്തി ഇന്നത്തെ ഈ അന്ധവിശ്വാസികളിൽ നിന്നൊക്കെയും നിങ്ങൾക്ക് മോചനം പ്രാപിച്ച് സത്യദൈവത്തെ കണ്ടെത്തുവാൻ, അവൻ മനുഷ്യവർഗത്തിനു വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ മാർഗങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാൻ, അങ്ങനെ അവനെ എല്ലാ അനാചാരങ്ങൾക്കും അപ്പുറം അവയെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, പാരമ്പര്യങ്ങളെയെല്ലാം ദൂരെ എറിഞ്ഞുകൊണ്ട് സത്യദൈവത്തെ സത്യത്തിൽ ആരാധിപ്പാൻ തക്കവണ്ണം, അവനിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കണ്ണുകളെ അവൻ തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. അതായത് ഈ എതിർ ക്രിസ്തു ആരാണെന്ന് കണ്ടെത്താൻ നമ്മെ സഹായിക്കുന്ന ഒരു തെസ്സലോനിക്ക ലേഖനം കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റെപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഇങ്ങനെ നാം വായിക്കുക: സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി, സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽക്കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു.
സ്വർഗത്തിൽ മറ്റൊരടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമുള്ള തീ നിറമുള്ള ഒരു മഹാസർപ്പം. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞുകളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. അവൾ സകല ജാതികളെയും ഇരുമ്പ് കോൽ കൊണ്ട് മേയിപ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയൊരു സ്ഥലം അവൾക്കുണ്ട്. ഇതാണ് അതിന്റെ ആദ്യ ഭാഗം. ആദ്യത്തെ പാരഗ്രാഫിൽ, അതായത് 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നതാണ്. ഇവിടെ എന്താണ് ഈ ഒരു എതിർ ക്രിസ്തുവിനെ ഇവിടെ നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നാം ചിന്തിക്കുന്നത്. അപ്പൊ അതിന് ആദ്യമേ ഇതിനെക്കുറിച്ച് വളരെ തെറ്റിദ്ധാരണജനകമായ ചിന്തകളും വിശ്വാസങ്ങളും പുലർത്തുന്ന അനേകരുണ്ട്. അപ്പൊ അതിൽ നിന്ന് അവരോടെല്ലാം അവരുടെ വിശ്വാസങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു ചിന്തയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ആദ്യം തന്നെ കാണുക, സ്വർഗത്തിൽ വലിയൊരു അടയാളം ഉണ്ടായി. പലരും ചിന്തിക്കുന്നു സ്വർഗം എന്ന് കേൾക്കുമ്പോൾ ഇത് ദൈവത്തിന്റെ വാസസ്ഥലമായിരിക്കുന്ന ആ സ്വർഗമാണ് എന്നുള്ളതാ പലരുടെയും ചിന്ത. എന്നാൽ ഒരിക്കലും സ്വർഗമെന്ന് ബൈബിൾ പ്രതിപാദിക്കുമ്പോൾ ആ വാക്കിന് പല അർത്ഥങ്ങൾ അതിന് ഉണ്ട്. ആ സ്വർഗം എന്നുള്ളതിന് ഒന്ന്, ഇതൊരു അധികാര മണ്ഡലത്തെ, ആത്മീയവും ഭൗമികവുമായിരിക്കുന്ന അധികാര മണ്ഡലത്തിന്റെ ഒരു ചിത്രം, ഒരു രേഖയാണ് ഈ സ്വർഗം എന്നുള്ളത്. ഒരു പദമാണ്, അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സ്വർഗത്തിലാണ് ഒരു ആത്മീയമായിരിക്കുന്ന ഒരു മണ്ഡലം, അധികാരത്തിന്റെ ഒരു മേഖലയുണ്ട്. അവിടെ സ്വർഗത്തിൽ വലിയൊരു അടയാളം കണ്ടു. എന്താ അടയാളം? സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, അവളുടെ കാൽക്കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. ഇങ്ങനെയൊരു സ്ത്രീയെയാണ് നാം ആദ്യമേ ഇവിടെ കാണുന്നത്. നാം കാണുന്ന സ്ത്രീ എന്നുള്ളത് ബൈബിളിൽ വിവക്ഷിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. സത്യസഭയുടെ ഉപമിക്കുന്നത് ഒരു സ്ത്രീയോടാണ്. സത്യസഭ ഒരു സ്ത്രീയോടാണ് സത്യസഭയെ ബൈബിൾ ഉപമിക്കുന്നത്. നാം കൊരിന്ത്യർ ലേഖനത്തിൽ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ ഇങ്ങനെയാ പറയുന്നത്. അവിടെ പറയാം, നിങ്ങളെ ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാ പറയുന്നത്. അപ്പൊ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഒരു സ്ത്രീയാണ് സഭ, സത്യസഭ. അതുപോലെ തന്നെ കാണാൻ സാധിക്കും, അവന്റെ കാന്തയായ മണവാട്ടിയെ ഞാൻ കാണിച്ചു തരാം എന്നാ വെളിപാടുകാരൻ തന്നെ പറയുന്നത്. ക്രിസ്തുവിന്റെ കാന്തയായ മണവാട്ടിയെ. അപ്പൊ മണവാട്ടി ഒരു സ്ത്രീയാണ്. അപ്പൊ സത്യസഭയാണ് അവന്റെ കാന്തയായിരിക്കുന്ന മണവാട്ടി, സത്യസഭയാണ്. അപ്പൊ അങ്ങനെ കാന്തയായിരിക്കുന്ന ആ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഈ സ്ത്രീ എന്നുള്ളത് സത്യസഭയുടെ ഒരു ചിത്രം. എന്നാൽ ഇതിന് മറ്റൊരു ചിത്രം കൂടിയുണ്ട്. അത് ഞാൻ ഉടനെ തന്നെ പിന്നാലെ അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പൊ ഇവിടെ ഈ സത്യസഭയായിരിക്കുന്ന സ്ത്രീ, അവളുടെ വിശേഷത എന്താ? അവളുടെ സൂര്യനെയാണ് അവൾ അണിഞ്ഞിരിക്കുന്നത്. അവളുടെ കാൽക്കീഴ് ചന്ദ്രനുണ്ട്. നാം നോക്കുക, സത്യസഭയുടെ ഒരു അനുഭവം എന്താ? അവൾ സൂര്യനെ അണിഞ്ഞവളാ. സുവിശേഷയുഗ സത്യങ്ങളായി സൂര്യൻ എന്ന് പറയുന്നത്. അവളുടെ കാൽക്കീഴ് ചന്ദ്രനാണ്. ന്യായപ്രമാണമാണ് ചന്ദ്രൻ എന്നുള്ളത്. അപ്പൊ ന്യായപ്രമാണം വരുവാനിരിക്കുന്ന നന്മകളുടെ നിഴലാണെന്ന് അപ്പോസ്തലൻ പറയുന്നു. അപ്പൊ ന്യായപ്രമാണം സഭയെ സംബന്ധിച്ച് അത് ക്രിസ്തുവിലേക്ക്, യഹൂദനെ ആണെങ്കിൽ ന്യായപ്രമാണം ലഭിച്ച യഹൂദനെ അത് ക്രിസ്തുവിലേക്ക് നടത്തുന്ന ഒരു ശിശുപാലകനായിരുന്നു ന്യായപ്രമാണം. ഇപ്പൊ ന്യായപ്രമാണം ചന്ദ്രൻ എന്നുള്ളത് സൂര്യന്റെ പ്രകാശം തട്ടി ശോഭിക്കുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. അപ്പോൾ ചന്ദ്രൻ, ഈ ന്യായപ്രമാണം എന്നുള്ളത്
സുവിശേഷ യുഗ സത്യങ്ങളുടെ ഒരു നിഴല് മാത്രമാണ്. അപ്പൊ യഥാർത്ഥ സത്യസഭയ്ക്ക് അവൾക്ക് അവളുടെ തലയിൽ എന്താണ്? അവിടെ സൂര്യനെയാണ് അവൾ അണിഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സുവിശേഷ യുഗ സത്യങ്ങളാണ്. അവിടെ കാൽക്കീഴുണ്ട്, ന്യായപ്രമാണമുണ്ട്. തീർച്ചയായും ന്യായപ്രമാണം സകലത്തിൻ്റെയും വരുവാനിരിക്കുന്ന നന്മകളുടെ നിഴലായിരിക്കുന്ന ന്യായപ്രമാണം, അതിനെ ഉപേക്ഷിക്കാനല്ല ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു പറഞ്ഞു, ന്യായപ്രമാണം ഞാൻ നിവർത്തിക്കാൻ വന്നവനാണ്. ഇനി അവളുടെ തലയിൽ പിന്നെ എന്തുണ്ട്? കാൽക്കീഴ് ചന്ദ്രൻ, തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. ഈ കിരീടം 12 നക്ഷത്രങ്ങൾ എന്നുള്ളത് അവൾക്ക് സഭയ്ക്ക് പ്രകാശം, വെളിച്ചം നൽകിക്കൊണ്ടിരുന്ന സുവിശേഷത്തിന്റെ സത്യങ്ങൾ, വെളിച്ചങ്ങൾ നൽകിക്കൊണ്ടിരുന്ന ഈ 12 അപ്പോസ്തോലന്മാരാണ്. ഇപ്പൊ സുവിശേഷ യുഗ സഭയെ സംബന്ധിച്ച് പറഞ്ഞാൽ 12 അപ്പോസ്തോലന്മാരാണ് അവളുടെ കിരീടത്തിൽ ആകുന്ന നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ പറയുന്ന ഈ സ്ത്രീ അത് ആദിമ നൂറ്റാണ്ടിലെ സത്യസഭയാണ്. ഈ സത്യസഭയ്ക്ക് വരുന്ന ഒരു വിശ്വാസത്യാഗമുണ്ട്. ആ വിശ്വാസത്യാഗം സംഭവിക്കുന്നതിന് മുമ്പ്, അതാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നത്, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം, അധർമ്മമൂർത്തിയും ആയവൻ വെളിപ്പെടണം. അപ്പൊ വിശ്വാസത്യാഗം സംഭവിക്കുന്നതിന് മുമ്പുള്ള ആ സത്യസഭയാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി അടുത്തതായിട്ട് എന്താ? അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. ഇതാണ് ഇവിടെയാണ് അനേകരെയും കുഴക്കുന്ന ഒരു വലിയ വസ്തുത കിടക്കുന്നത്. അനേകരും ചിന്തിക്കുന്നത് ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ച ആ സ്ത്രീ ഈ സത്യസഭയാണെന്ന് അനേകരും ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഈ ഒരു സ്ത്രീയോട് സത്യസഭയെ ഉപമിക്കുമ്പോൾ അതിന് തുല്യമായി തന്നെ ഈ അബദ്ധ മാർഗത്തിൽ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസത്യാഗിനിയായിരിക്കുന്ന സഭയെയും സ്ത്രീയോട് തന്നെയാണ് ഉപമിച്ചിരിക്കുന്നത്. എങ്ങനെയാ? എന്താ നമുക്ക് തെളിവ്? നമ്മൾ നോക്കുക. ഈ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്, യാക്കോബ് 4-ാം അധ്യായത്തിൽ പറയുന്നത് വ്യഭിചാരിണികളായുള്ളവരെ എന്നാണ് വിളിക്കുന്നത്. ഇനി എന്തിനാ നാം ഈ വെളിപാട് പുസ്തകം തന്നെ 17-ാം അധ്യായത്തിലേക്ക് നാം ഒന്ന് നോക്കുക. 17-ാം അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യങ്ങൾ ഇങ്ങനെയാ പറയുന്നത്: പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു, വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം. കണ്ടോ? സ്ത്രീ, മറ്റൊരു സ്ത്രീയെ അവിടെ കാണുന്നത്. നമ്മൾ പറഞ്ഞു, സ്ത്രീ എന്നുള്ളത് സഭയുടെ ചിത്രമാണെങ്കിൽ നാം ആദ്യമേ കണ്ട സ്ത്രീ സത്യസഭയുടെ ചിത്രമാണ്. എന്നാൽ ഇതാ ഈ സ്ത്രീ പെട്ടെന്ന് എന്താവും? അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിക്കുന്നു. അപ്പോൾ ഈ സ്ത്രീ ആരാണെന്നാ നാം കണ്ടെത്തേണ്ടത്? ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി. അപ്പൊ മറ്റൊരു സ്ത്രീ അല്ലെങ്കിൽ മറ്റൊരു സഭ അവിടെ രൂപപ്പെടുകയാണ്. സഭയെ നാം കാണുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും യെശയ്യാ പ്രവചനം 4-ാം അധ്യായത്തിൽ, അന്നാളിൽ 7 സ്ത്രീകൾ ചേർന്ന് ഒരു പുരുഷനെ പിടിച്ച് അവനോട് പറയും, നീ ഞങ്ങൾക്ക് ഭർത്താവായിരുന്നാൽ മാത്രം മതി, നീ ഞങ്ങൾക്ക് വേണ്ടി ഒരധ്വാനവും നടത്തണ്ട, ഞങ്ങളുടെ അഹോവൃത്തി ഞങ്ങൾ സ്വന്തം വക കൊണ്ട് കണ്ടെത്തിക്കൊള്ളാം, ഞങ്ങൾക്കുള്ള വസ്ത്രം അത് ഞങ്ങൾ തന്നെ തുന്നിക്കൊള്ളാം, പേരിന് മാത്രം നീ ഞങ്ങളുടെ ഭർത്താവായിരുന്നാൽ മതി എന്ന് പറയുകയാണ് 7 സ്ത്രീകൾ ചേർന്ന്. അപ്പൊ ഇത് 7 എന്നുള്ളതിന് പൂർണ്ണതയുടെയാണ്. അപ്പൊ സത്യസഭയ്ക്കപ്പുറം വേറെ കുറേയേറെ സഭകൾ ഇവിടെ ഉണ്ട്. അവരെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് വിശ്വാസത്യാഗിനിയായ സഭയെന്ന്. എന്നാണ് ക്രൈസ്തവ സഭയ്ക്ക് ഇങ്ങനെ ഒരു വിശ്വാസത്യാഗം സംഭവിച്ചത്? അത് നാം ക്രൈസ്തവ സഭാ ചരിത്രം നാം പഠിക്കണം. അപ്പോൾ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാകും. അതിലേക്ക് വരാം.
അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്രകാരം ഈ സ്ത്രീ സത്യസഭയല്ല? സ്വാഭാവികമായി ചിന്തിച്ചു പോവില്ലേ? അതായത് 12 നക്ഷത്രവും കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞതിന്റെ തൊട്ടടുത്ത നിമിഷം പറയുക, അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. അപ്പോൾ ഈ സ്ത്രീ, അപ്പൊ ആദ്യത്തെ സ്ത്രീ, ആദ്യം പറഞ്ഞ സ്ത്രീ ആണെങ്കിൽ അവിടെയുള്ള കുഴപ്പം, അവിടെ എങ്ങനെ ഗർഭിണിയായി? ഇവിടെയാണ് അപ്പോസ്തലൻ 2 കൊരിന്തിൽ പറയുന്നത്, നിങ്ങളെ ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പൊ അങ്ങനെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഒരു സ്ത്രീ ആണെങ്കിൽ ആ ക്രിസ്തു എന്ന പുരുഷനുമായുള്ള വിവാഹത്തിന് മുമ്പ് തന്നെ അവൾ ഗർഭിണിയാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൾ അബദ്ധസഞ്ചാരിണിയാണെന്ന്. ഇപ്പൊ സത്യസഭ ഇങ്ങനെ അബദ്ധസഞ്ചാരിണിയായി പോകുമോ? അവൾ ക്രിസ്തുവിന് വേണ്ടി, അവന്റെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുന്ന ആ സഭ ഈ ആദിമ നൂറ്റാണ്ടുകളിൽ ഗർഭിണിയായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതാ 17-ാം അധ്യായത്തിൽ പറഞ്ഞ ഈ ലോക രാജാക്കന്മാരുമായി വേശ്യയിലേർപ്പെട്ടു, വേശ്യാവൃത്തി ചെയ്തവളാണ് ഇവൾ. അങ്ങനെയാണ് ഇവൾ ഗർഭിണിയായത്. വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ആദിമ സഭയുടെ, അപ്പൊ ഇവിടെ പറയുന്ന നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു എന്ന് പറയുന്ന സ്ത്രീ ഈ സത്യസഭയാകുന്ന സ്ത്രീ അല്ല, പിന്നെയോ വിശ്വാസത്യാഗിനിയായ ക്രൈസ്തവ സഭയെയാണ് അവിടെ കാണിക്കുന്നത്. അവൾക്ക് എങ്ങനെ അവൾ ഗർഭിണിയായി? അവൾ ആരുമായി ഉള്ള ഒരു പരസംഗത്തിൽ ഏർപ്പെട്ടു? അതാണ് നാം ചരിത്രത്തിലേക്ക് നോക്കേണ്ടത്. നമുക്കറിയാം, ആദിമ നൂറ്റാണ്ടുകളിൽ 1-2 നൂറ്റാണ്ടിലൊക്കെ ക്രൈസ്തവ സഭ വളരെ ശോഷിച്ച, ആ സഭയിൽ പറയത്തക്ക ലോകത്തിന്റെ അഭിപ്രായങ്ങളോ ലോകത്തിന്റെ സ്ഥാനമാനങ്ങളോ ഒന്നുമില്ലാത്ത ഏതാനും ചില എളിയവരായ മനുഷ്യരായിരുന്നു ഉണ്ടായിരുന്നത്. ആർക്കും ഭയപ്പെടുവാനുള്ള വക ആദിമ നൂറ്റാണ്ടിലെ സഭയെ സംബന്ധിച്ചില്ലായിരുന്നു. 2-ാമത്തെ നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്ക്, അപ്പോസ്തലന്റെ കാലത്ത് തന്നെ, 1-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലം കൊണ്ട് തന്നെ ചില ദുരുപദേശങ്ങൾ സഭയിലേക്ക് കടന്നു വരാൻ തുടങ്ങി. 2-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്ക് ആ ദുരുപദേശങ്ങൾ ശക്തി പ്രാപിക്കാൻ തുടങ്ങി. അതുവരെ പീഡിത സഭയായിരുന്നു. ആ പീഡനത്തിൽ നിന്ന് അവൾക്ക് മോചനം ലഭിക്കണമെന്നുള്ള മോഹം അവൾക്കുണ്ടായി. അതാണ് അവളൊരു കാമുകനെ കണ്ടെത്തുകയാണ്. അവിടെ എന്താണ് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു എന്നാണ് യാക്കോബ് പറയുന്നത്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അപ്പൊ ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങൾക്കും അധികാരങ്ങൾക്കും സമ്പത്തിനും വേണ്ടിയുള്ള മോഹം എന്തായി? ആ മോഹം ഗർഭം ധരിച്ചു. അപ്പൊ ഈ അബദ്ധസഞ്ചാരിണിയായിരിക്കുന്ന ക്രൈസ്തവ സഭ, അല്ലെങ്കിൽ വിശ്വാസത്യാഗിനിയായ ക്രൈസ്തവ സഭ, അത് തന്നെയാണ് പൗലോസ് പറയുന്നത്, നിങ്ങളെ ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളും അവനോടുള്ള ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്നതിൽ വൈമുഖ്യമുള്ളവരായി നിങ്ങളെയും അവൻ വഞ്ചിക്കുമോ എന്ന് ഞാൻ സംശയിക്കുന്നു എന്നാ പറഞ്ഞത്. നോക്കുക, അപ്പൊ സർപ്പം ഹൗവയെ ചതിച്ചതെന്താ? ഒരു പഴം കാണിച്ചു കൊടുത്ത് അതെങ്ങനെ കാണാൻ ഭംഗിയുള്ളത്, തിന്മാൻ അതീവ യോഗ്യമായത്, കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ യോഗ്യവുമായിരിക്കുന്ന ഒരു ഫലം കാണിച്ചു കൊടുത്തു. അപ്പൊ കൺമോഹം ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെയുള്ള മോഹങ്ങളെല്ലാം ഈ 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 2-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലുമായി ക്രൈസ്തവ സഭയിലേക്ക് കടന്നു വന്നു. അതിന്റെ ഫലമായി അങ്ങനെ മോഹം അവളിൽ ഉരുവായി. അവളൊരു കാമുകനെ തേടുകയാണ്. അപ്പോഴാണ് അവളൊരു കാമുകനെ കണ്ടെത്തുന്നത്. നമുക്കറിയാം, ഈ ക്രൈസ്തവ സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒറിയോൺ, അതുപോലെ തെർത്തുല്യൻ, ഇവരൊക്കെ ക്രൈസ്തവ സഭയിൽ 2-ാം നൂറ്റാണ്ടിൽ ദുരുപദേശങ്ങളുടെ ബീജാഭാവം ജയിച്ചവരാ, വിത്തുപാകിയവരാ.
ഈ ഒറിയോ ഉള്ള എങ്ങനെയായിരുന്നു? ഏതാണ്ട് 18-ാമത്തെ വയസ്സിൽ തന്നെ അലക്സാണ്ട്രിയയിലെ ഒരു ബൈബിൾ സെമിനാരിയിൽ പഠിപ്പിക്കാൻ, തിയോളജിക്കൽ സെമിനാരിയിൽ അധ്യാപകനായിരുന്ന വ്യക്തിയാണ്. അപ്പൊ യവന ചിന്തകളും സംസ്കാരങ്ങളും ക്രൈസ്തവ സഭയിലേക്ക് കൊണ്ടുവരുവാൻ ഏറെ പ്രേരിപ്പിച്ച ഒരു വ്യക്തിയാണ്. തെർത്തുല്യൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ആഫ്രിക്കൻ വംശജനായിരുന്ന ഒരു വ്യക്തി. അദ്ദേഹം ഈ തൃത്വോപദേശ ത്രിയേക ദൈവ വിശ്വാസത്തിന് ബീജാവാപം ചെയ്തത് ഈ വ്യക്തിയാണ്. അപ്പൊ ഇവരൊക്കെ 2-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവ സഭയിൽ ദുരുപദേശങ്ങളുടെ വിത്തുകൾ പാകി. ക്രിസ്തുവാണ് പറഞ്ഞത്, മനുഷ്യർ ഉറങ്ങിയപ്പോൾ ദുഷ്ടൻ വന്ന് കളവിതച്ചു. അതാണ് അപ്പോസ്തലന്മാരുടെ കാലശേഷം ദുഷ്ടൻ പിശാച് കളവിതയ്ക്കാൻ തുടങ്ങി. ഇങ്ങനെയുള്ള വ്യക്തികൾ ദുരുപദേശങ്ങൾ പ്രചരിപ്പിക്കുകയും സഭയിൽ അവയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നു. ഇന്നുള്ള വ്യക്തികൾ ആ സഭയിൽ 2-ാം നൂറ്റാണ്ടോടുകൂടി ഉദയം ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്തായി പിന്നീട്? AD 321 നമുക്ക് കാണാൻ സാധിക്കും, കുസ്തന്തീനോസ് ഒരു എഡിക്റ്റ് ഓഫ് മിലാൻ എന്ന് പറയുന്ന ഒരു മിലാൻ വിളംബരം പ്രസിദ്ധപ്പെടുത്തി. ആ മിലാൻ വിളംബരത്തോടുകൂടി ഈ കുസ്തന്തീനോസ് എന്ന് പറയുന്ന റോമൻ ചക്രവർത്തി, ജാതീയ ചക്രവർത്തി, ക്രിസ്തുമതം സ്വീകരിക്കുകയാണ്. അപ്പൊ അവിടെയാണ് ഈ ഒരു അന്യ പുരുഷനുമായുള്ള ജാരബന്ധത്തിലേക്ക് ക്രൈസ്തവ സഭ പ്രവേശിക്കുന്നത്. AD 321 മിലാൻ വിളംബരത്തോടുകൂടി ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ ആ ബന്ധത്തിന്റെ ഫലമായിട്ടാണ് അവൾ ഗർഭിണിയായത്. അതിന്റെ ഫലമായിട്ടാണ് അവൾ ആൺകുട്ടിയെ പ്രസവിക്കുന്നത്. അവൾ പ്രസവിച്ച ആൺകുട്ടിയാണ് ഈ പാപ്പാ മതം എന്ന് പറയുന്നത്. AD 539 ജസ്റ്റീനിയന്റെ കാലത്ത്, ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ കാലത്ത് പൊന്തിഫസ് മാക്സിമസ് എന്നുള്ള ആ ഉന്നത അധികാര പദവി ക്രൈസ്തവ പുരോഹിതന്മാർക്ക് അല്ലെങ്കിൽ ബിഷപ്പുമാർക്ക് മാർപ്പാപ്പായ്ക്ക് നൽകിക്കൊണ്ട്, പൊന്തിഫസ് മാക്സിമസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട മത ഉപദേഷ്ടാവ് എന്നുള്ള, ഇപ്പൊ അങ്ങനെയുള്ള മതാധികാരി, ഉപദേഷ്ടാവ് എന്നുള്ള അധികാരി എന്നുള്ള പദവിയിലേക്ക് അവരെത്തിയപ്പോഴേ, അങ്ങനെ AD 539 ക്രൈസ്തവ സഭ ഇങ്ങനെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയാ, ഒരു ആൺകുട്ടിയെ. അപ്പൊ ഇതൊരിക്കലും സത്യസഭയിൽ അല്ല, അത് നാം മനസ്സിലാക്കുക. അപ്പൊ ഈ എതിർ ക്രിസ്തുവിന്റെ ബീജാവാപവും അതൊരു ആൺകുട്ടിയായി രൂപപ്പെട്ട് പ്രസവിച്ച് അവൻ ഈ ഭൂമിയിലേക്ക് വരുന്നതും AD 539 ജസ്റ്റീനിയന്റെ കാലത്താ. ഈ വിവാഹം നടക്കുന്നത് AD 321 കുസ്തന്തീനോസിനുമായിട്ടുള്ള ബന്ധത്തിൽ കുസ്തന്തീനോസ് ഈ ക്രിസ്തുമതം സ്വീകരിക്കുകയും അങ്ങനെ ക്രിസ്തുമതത്തെ ഒരു രാജകീയ മതമായി അംഗീകരിക്കുകയും ചെയ്തു. നോക്കുക, അന്ന് റോമിലെ ബിഷപ്പിനെ ആ സാമ്പത്തികമായ ഉന്നമനം, കോടിക്കണക്കിന് ശതകോടികളുടെ ആസ്തികൾ, വരുമാനം ആ സഭയിലെ ബിഷപ്പിനെ ഈ ചക്രവർത്തി അനുവദിച്ചു കൊടുത്തു. നോക്കുക, അങ്ങനെ എല്ലാ പീഡനങ്ങളും അവസാനിച്ചു. അതുവരെ ഉണ്ടായിരുന്ന, അപ്പൊ ഡയക്ലീഷ്യന്റെ കാലത്ത് ഒക്കെ ഉണ്ടായിരുന്ന, നീറോയുടെ കാലത്ത്, ഡയക്ലീഷ്യന്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ആ പീഡനങ്ങൾ, ക്രൈസ്തവ സഭ അനുഭവിച്ചിരുന്ന പീഡനങ്ങൾ അത് ഇല്ലാതെയായി. കാരണം ഇത് പിന്നീട് ഒരു രാജകീയ മതമായി മാറി. അങ്ങനെ ഈ റോമൻ സാമ്രാജ്യവുമായി ഒരു വേഴ്ചയിലേർപ്പെട്ടു. അവിടെയാണ് നാം കാണുന്നത്. അപ്പൊ റോമൻ സാമ്രാജ്യം ഒന്ന് ഈ രാഷ്ട്രീയ റോമാ സാമ്രാജ്യം, മറ്റത് മതപരമായിരിക്കുന്ന റോമാ സാമ്രാജ്യം. ഇതാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ അവൾ പ്രസവിച്ച ആൺകുട്ടി എന്തായി തീർന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ആദ്യം നാം കാണുന്ന സ്ത്രീ അല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്. ഇവൾ പ്രസവിക്കണമെങ്കിൽ, സത്യസഭയാണെങ്കിൽ അവളെ ക്രിസ്തു എന്ന ഏക പുരുഷന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവളാണ് അവൾ. അവനുമായിട്ടുള്ള ബന്ധത്തിൽ കൂടെ മാത്രമേ അവൾക്ക് ഒരു ശിശു ജനിക്കാൻ പാടുള്ളൂ. എന്നാൽ അതിനപ്പുറം ക്രിസ്തുവിന്റെ മടങ്ങിവരവിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഈ സ്ത്രീക്കൊരു ശിശു ജനിച്ചുവെങ്കിൽ
അവൾ ഒരിക്കലും സത്യസഭയല്ല, അവളാണ് അവധസഞ്ചാരിണിയായ സഭ. എന്നിട്ടോ നീ നോക്ക, സ്വർഗത്തിൽ മറ്റൊരടയാളം കാണായി. 7 തലയും 10 കൊമ്പും, തലയിൽ 7 രാജമുടിയും, തീ നിറമുള്ള മഹാസർപ്പം. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. അതിനു മുമ്പ്, ആ വാക്യത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് ഇതിന്റെ അടുത്ത വാക്യം, മുൻ വാക്യത്തോടുള്ള ബന്ധത്തിൽ നാം ഒന്ന് ചിന്തിക്കുക. എന്താ? അവൾ നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. അപ്പൊ പ്രസവിക്കാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ ആ കുഞ്ഞിനെ തിന്നുകളയുവാൻ ഒരു മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. ഈ മഹാസർപ്പം എന്ന് പറയുന്നത് മറ്റാരുമല്ല, അതാണ് ഈ റോമാ സാമ്രാജ്യം, ജാതീയ റോമാ സാമ്രാജ്യം. ഈ സ്ത്രീ പ്രസവിച്ച കുഞ്ഞിനെ തിന്നുകളയുവാൻ, ഇതാണ് തെസ്സലോനിക്കയിലെ അപ്പോസ്തലൻ പറയുന്നത്, തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോകണം, അത് മാത്രമേ ഉള്ളൂ എന്നാ പറഞ്ഞു. അപ്പൊ തടുക്കുന്നവൻ ആരായിരുന്നു? ഈ ക്രൈസ്തവ സഭ, ഈ വിശ്വാസത്യാഗിനിയായ ക്രൈസ്തവ സഭ അധികാരത്തിലെത്തുവാൻ തടസ്സമായി നിന്നത് മറ്റൊന്നുമല്ല, ഈ റോമാ സാമ്രാജ്യമാണ്. കുസ്തന്തീനോസിന് ശേഷം അധികാരത്തിൽ വന്നിട്ടുള്ള റോമൻ ചക്രവർത്തിമാർ ഈ ക്രൈസ്തവ സഭയുമായി വലിയ പോരാട്ടത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഇവൾ പ്രസവിച്ച കുഞ്ഞിനെ തിന്നുകളയുവാൻ വേണ്ടി ഈ അധികാരം, ഈ രാഷ്ട്രീയ അധികാരം തയ്യാറായി നിന്നു. ഇവര് തമ്മിലുള്ള വലിയൊരു യുദ്ധം, വലിയൊരു പോരാട്ടം നടക്കുകയാണ്. അത് നമുക്ക് 7-ാം വാക്യം മുതൽ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറയുന്നത്, പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം. മഹാസർപ്പം എന്നുള്ളത് ഈ രാഷ്ട്രീയ റോമാ സാമ്രാജ്യത്തെ കാണിക്കുന്നത്. അവൾ സകല ജാതികളെയും ഇരുമ്പ് കോൽ കൊണ്ട് മേയിപ്പാനുള്ളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. എന്നിട്ടോ കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. നോക്കുക, ഇതെങ്ങനെ സംഭവിക്കും? ഈ പ്രസവിച്ച സ്ത്രീ സത്യസഭയാണെങ്കിൽ അവൾ പ്രസവിച്ച കുട്ടി, ആ കുട്ടിയെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പെട്ടെന്ന് എടുക്കപ്പെട്ടു എന്നാണ്. അപ്പൊ ആ കുട്ടിയെ കുറിച്ച് പറയാം, എന്താ? അവൾ സകല ജാതികളെയും ഇരുമ്പ് കോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. അപ്പൊ ഈ ഇരുമ്പ് കോൽ കൊണ്ട് മേയ്ക്കുവാനുള്ള ആൺകുട്ടി എന്ന് പറയുന്നത് ക്രിസ്തുവാണെന്നാണ് ഇന്ന് അനേകരും പഠിപ്പിക്കുന്നത്. ഒരിക്കലുമല്ല. അവരതിന് ആധാരമായി കാണുന്നത് 2-ാം സങ്കീർത്തനത്തിലാണ്. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി തരും, നീ അവരെ കുശവന്റെ പാത്രം, ഇരുമ്പ് കോൽ കൊണ്ട് നീ അവരെ മേയിക്കും, കുശവന്റെ പാത്രം പോലെ നീ അവരെ ഉടയ്ക്കും എന്ന് ഉള്ള ഒരു പ്രവചനമുണ്ട്. ഈ പ്രവചനം ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതാണ്. എന്നാൽ അത് ഇവിടെ തെറ്റിദ്ധരിക്കപ്പെടുക. അതാണ് നാം കാണുന്നത്. ഇതൊരു കൗണ്ടർഫിയറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കള്ളനോട്ടിന്റെ അനുഭവം നോക്കുക. ഒരു കള്ളനോട്ട് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ അത് വളരെ ശ്രമകരമാണ്. അപ്പൊ കള്ളനോട്ട് അടിക്കുന്നവർ ആ യഥാർത്ഥ നോട്ടിന്റെ അതേ സ്വഭാവത്തിലാണ് ഈ നോട്ടുകൾ അടിക്കുന്നത്, കള്ളനോട്ടുകളും. അത് തിരിച്ചറിയണമെങ്കിൽ വളരെ ശ്രമകരമായ ഒരു പ്രവൃത്തിയാണ്. എന്ന് പറഞ്ഞതുപോലെ നമുക്കും ഇതിനെ തിരിച്ചറിയുവാൻ പല സാഹചര്യങ്ങൾ നാം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ എന്തുണ്ടായി? അവൾ സകല ജാതികളെയും ഇരുമ്പ് കോൽ കൊണ്ട് മേയിക്കുവാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. അപ്പൊ ക്രിസ്തുവിന്റെ രാജ്യം എന്ന് പറയുന്നത് അവന്റെ മടങ്ങി വരവെങ്കിലാണ്. അല്ലാതെ ഈ നൂറ്റാണ്ടിൽ, ഈ സുവിശേഷ കാലഘട്ടത്തിലല്ല. സുവിശേഷ യുഗത്തിന്റെ അന്ത്യത്തിൽ ക്രിസ്തുവിന്റെ മടങ്ങി വരവെങ്കിൽ അവന്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നത് അവൻ അധികാരത്തോടു കൂടി വരുമ്പോഴാണ്. അതിനെ ഇവർ ദുർവ്യാഖ്യാനം ചെയ്തിട്ട്, അപ്പോൾ സകല ജാതികളെയും മേയ്പ്പാനുള്ള ആൺകുട്ടി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. ഇന്ന് നാം ലോക ചരിത്രത്തിലേക്ക് നോക്കിയാൽ, ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ, വത്തിക്കാൻ എന്ന് പറയുന്ന ആ ഒരു സാമ്രാജ്യത്തിന്റെ അധിപതിയായിരുന്നു വാഴുന്ന മാർപ്പാപ്പ. ഓരോ മാർപ്പാപ്പമാർക്ക് പിന്നാലെ അധികാരത്തിലേറുന്ന ഓരോ മാർപ്പാപ്പമാരും ഈ ആൺകുട്ടിയുടെ ഭാഗമാണ്.
ഇവർ സകല ഇന്നത്തെ ലോകരാഷ്ട്രത്തിൽ ലോകരാഷ്ട്രീയത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുവാൻ പോരുന്ന ഒരു വ്യക്തിയാണ് ഈ മാർപ്പാപ്പ. നമുക്കറിയാം, കഴിഞ്ഞ ഈ അടുത്ത കാലത്തുണ്ടായ മാർപ്പാപ്പായുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തവർ, ലോകത്തിലെ സകല രാജ്യങ്ങളുടെയും പ്രതിനിധികൾ അവിടെ പങ്കെടുത്തു. ഏതാണ്ട് 4 ലക്ഷത്തോളം ആൾക്കാരാ ആ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തത്. അപ്പോൾ ഇങ്ങനെ ഈ ലോകത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം ശക്തനായ ഒരു ഭരണാധികാരിയായി ഈ മാർപ്പാപ്പ മാറുകയാണ്. അതിനവർ എന്താ കണ്ടെത്തുന്നത്? അവർ കണ്ടെത്തുന്നതിന്റെ അടിസ്ഥാനം വേദവാക്യങ്ങളുടെ സപ്പോർട്ടോടുകൂടിയാണ്. ഇതാണ് മനുഷ്യരെ അങ്ങേയറ്റം കബളിപ്പിക്കുവാൻ, തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി അവരുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സകല ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. നോക്കുക, ഈ പ്രസവിച്ച കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പലരും ചിന്തിക്കുന്നത് കർത്താവിന്റെ സന്നിധിയിലേക്ക് അവൻ പ്രവേശിച്ചുവെന്നാണ്. ക്രിസ്തു പുനരുത്ഥാന ശേഷം അവൻ 40 നാൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയതിന്റെ ഒരു അനുഭവമാണെന്നാ പലരും ചിന്തിക്കുന്നത്. എന്നാൽ നാം നോക്കുക, ഈ കുട്ടി ആരാണ്? കുട്ടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ, ദൈവം എന്ന് പറഞ്ഞാൽ തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് നാം ഒന്ന് പിന്തിരിഞ്ഞു നോക്കണം. അവൻ ദേവാലയത്തിൽ ഇരുന്ന് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിലും തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. കണ്ടോ, അവൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പെട്ടെന്ന് ഈ അധികാരങ്ങളെല്ലാം അവന് ലഭിക്കുന്നത് വലിയ കാലതാമസമൊന്നുമില്ല. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട്, ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞു, ദേവാലയം എന്ന് പറഞ്ഞാൽ ഇവിടെ മനുഷ്യ ഈ വിശ്വാസികളുടെ സമൂഹമാണ്. ഇന്ന് നമുക്കറിയാം, ലോകത്തിൽ ഉള്ള ക്രൈസ്തവ സമൂഹത്തിൽ ഏറെയും ബഹുഭൂരിപക്ഷവും 99% മാർപ്പാപ്പായെ ഈ രീതിയിലാണ്. അവൻ സ്വയം ഏറ്റെടുത്ത പേരുകൾ എന്താ? ഞാൻ ദൈവത്തിന്റെ പ്രതിനിധിയാണ്, ഞാൻ ക്രിസ്തുവിന്റെ വികാരിയാണ്, ഞാൻ പിതാക്കന്മാരുടെ പിതാവാണ്, ഞാൻ പിതാക്കന്മാരുടെ പരിശുദ്ധ പിതാവാണ്, ഞാൻ തെറ്റാ വരമുള്ളവനാണ്, എനിക്ക് രാജാക്കന്മാരെയും ചക്രവർത്തിമാരെയും വാഴിക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട് എന്നെല്ലാമുള്ള വ്യാജ കഥനങ്ങളിൽ കൂടെ ഈ ലോകത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ വിശ്വാസികളുടെ മുമ്പിൽ ഒരു ഒരു വലിയ ഒരു വ്യക്തിത്വമായി മാറുന്ന ഒരുവനാവും ഈ മാർപ്പാപ്പ എന്ന് പറയുന്നത്. അപ്പോൾ അവൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പെട്ടെന്ന് എടുക്കപ്പെട്ടു. AD 539 മുതൽ നമുക്കറിയാം, പറയുന്ന, ഞാൻ പറഞ്ഞു, ജസ്റ്റീനിയൻ എന്ന് പറയുന്ന റോമൻ ചക്രവർത്തി ഇവർക്ക് നൽകിയ ഒരു പേരാണ് പൊന്തിഫസ് മാക്സിമസ്. അന്ന് മുതൽ ചക്രവർത്തിമാരെ പോലും വാഴിക്കുവാനുള്ള അധികാരം ഇവർക്ക് കിട്ടി. അപ്പൊ ദൈവത്തിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ എന്താ? ഒരിക്കലും അത് യഹോവ എന്നുള്ള അർത്ഥത്തിലല്ല, ശക്തിയുള്ള ആരെയും ദൈവം എന്ന് വിളിക്കാം. അപ്പൊ അങ്ങനെ ഒരു ശക്തിയുള്ളവനായി അവൻ ഈ വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് അവൻ പ്രതിഷ്ഠിക്കപ്പെടുകയാണ്. അവൻ പെട്ടെന്ന് എടുക്കപ്പെട്ടു. എന്നിട്ടോ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയൊരു സ്ഥലമുണ്ട്. അപ്പൊ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. ഏത് സ്ത്രീയാ? ഇവിടെയും ഇതൊരു സ്ഥലജല വിഭ്രാന്തി പോലെയാ നമുക്ക് തോന്നും. അല്ലെങ്കിൽ ചില മരുമരീചികകളില്ലേ, നമുക്ക് തോന്നും ദൂരെ മരുഭൂമിയിൽ കൂടെ, മണലാരണ്യത്തിൽ കൂടെ, ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ കൂടെ യാത്ര ചെയ്യുന്ന ഒരു യാത്രികൻ, അവന്റെ മുമ്പിൽ ഏറെ ദൂരെ ആ മണൽക്കാടുകളിൽ ഇങ്ങനെ പളവള മിന്നും തിളങ്ങുന്ന അല്ലെങ്കിൽ ഓളം വെട്ടുന്ന ഒരു സംഭരണി ഉണ്ട് എന്നുള്ളൊരു തോന്നൽ അവിടെ ജനിപ്പിക്കും. അതിനാണ് മരീചിക എന്ന് പറയുന്നത്. മരുചിക. മരുഭൂമിയിൽ നാം കാണുന്ന ഈ ഒരു അവസ്ഥാവിശേഷം. അവിടെ വെള്ളമുണ്ടെന്ന് കണ്ട് അങ്ങോട്ട് നാം അടുക്കും തോറും ഈ വെള്ളം നമ്മിൽ നിന്നും ദൂരത്ത് പൊക്കൊണ്ടിരിക്കും. ഒരിക്കലും നമുക്ക് കയ്യെത്തി പിടിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. അപ്പൊ ഇത് വെറും തോന്നല.
ഇവിടെയും അതുപോലെ തന്നെ ഈ രണ്ട് സ്ത്രീകളെ നമുക്ക് തിരിച്ചറിയുവാൻ കുറേയേറെ ബുദ്ധിമുട്ടുകളാണ്. അപ്പൊ യഥാർത്ഥ സ്ത്രീ ഏതാണ്? ഇപ്പൊ ഇവിടെ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. എന്തുകൊണ്ടാണ് അവൾ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി? ഈ ഓടിപ്പോയ സ്ത്രീ എന്ന് പറയുന്നത് സത്യസഭയാണ്. നമുക്കറിയാം, ഈ സത്യസഭ അവളെ അവിടെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. ഈ AD 539 മുതൽ അല്ലെങ്കിൽ ഏതാണ്ട് 36 മുതൽ തന്നെ 1799 വരെയുള്ള കാലഘട്ടത്തിൽ 1260 ദിവസമാണ്. ആ കാലഘട്ടത്തിൽ ക്രൈസ്തവ സഭ, ഇവിടുത്തെ ഈ പാപ്പാ മതം പൂർണ്ണമായ ഒരു അധികാരത്തിൽ ലേക്ക് പ്രവേശിക്കുകയാണ്. അവർ എന്തെല്ലാം പ്രവൃത്തികളാണ് അവിടെ ചെയ്തിട്ടുള്ളത് ആ കാലഘട്ടത്തിൽ നമുക്കറിയാം. എത്രയോ യഥാർത്ഥ ദൈവമക്കളെ അവർ രക്തസാക്ഷികളാക്കിയിട്ടുണ്ട്. വേദപുസ്തകം കയ്യിൽ കൊണ്ടു നടക്കുവാൻ പോലും, അത് പരിഭാഷപ്പെടുത്താൻ അവകാശമില്ലാതെ, തുറന്നൊന്ന് വായിക്കാൻ പോലും അവകാശമില്ലാതെ ഇവർ നിഷ്ഠൂരമായ പീഡനങ്ങൾക്ക് വിധേയരാക്കി. നമുക്കറിയാം, വില്യം ടിൻഡെയിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു ബൈബിൾ പണ്ഡിതൻ, അദ്ദേഹം ബൈബിൾ പരിഭാഷപ്പെടുത്തിയതാണ്. പക്ഷെ എന്താ അനുഭവം? അദ്ദേഹത്തെ 1536 അദ്ദേഹത്തെ ഇവർ ഗളച്ഛേദം ചെയ്തു. അവർ നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞു. ആരാ? ഈ ക്രൈസ്തവ സഭയായി ഇത് ചെയ്തത്. ഈ പാപ്പാ മതമാണ് ചെയ്തത്. നമ്മൾ ആലോചിക്കുക. കാരണം ഈ മാർപ്പാപ്പ ക്രിസ്തുവിന്റെ പ്രതിനിധിയായിട്ട് വാണരുളുന്ന സിംഹാസനത്തിൽ അവിടെ ഇരിക്കുമ്പോൾ അതിനെതിരെ ദൈവത്തിന്റെ വചനം, സത്യവചനം മറ്റുള്ളവർ അറിയുവാൻ അവർ ഒരിക്കലും അവസരം കൊടുത്തിട്ടില്ല. ഇന്നും അത് തന്നെയാണ്. നമ്മൾ നോക്കുക, ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി, ഇന്ന് ലോകത്തിൽ എത്രയോ മതങ്ങളുണ്ട്, എന്നാൽ ഉള്ള സകല മതങ്ങളിലും ഏറ്റവും അരിഷ്ടമായിരിക്കുന്ന ഒരു മതം ക്രൈസ്തവ മതമാണ്. ഏറ്റവും ശോചനീയമായ ഒരവസ്ഥയാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിട്ടുള്ളത്. കാരണം മറ്റൊന്നുമല്ല, ദൈവം അവർക്ക് നൽകിയ ദൈവത്തിന്റെ വചനമാ വിശുദ്ധ വേദപുസ്തകം. ഈ വേദപുസ്തകം ഒന്ന് തുറന്നു വായിക്കുവാൻ, തുറന്നു നോക്കുവാൻ അവകാശമില്ലാതിരുന്നത് പാപമായി കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലം മാറി വേദപുസ്തകം വായിക്കുവാനും ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു പുസ്തകമായി മാറിയിട്ടും എത്ര ക്രിസ്ത്യാനികൾക്ക് വേദപുസ്തകം വായിക്കുവാൻ ഇന്ന് കഴിയുന്നുണ്ട്, അതിനവർ ശ്രമിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക. മറ്റ് ഏതൊരു മതങ്ങളെ നാം എടുത്താലും അവരെല്ലാം അവർക്ക് നൽകപ്പെട്ട മതഗ്രന്ഥത്തെ വിശുദ്ധ ഗ്രന്ഥമായി കണ്ടുകൊണ്ട് അത് വായിക്കുകയും പഠിക്കുകയും, നമ്മുടെ മുഹമ്മദീയ സഹോദരങ്ങൾ നോക്കുക, ഖുറാൻ, അവിടെ കൊച്ചു കുട്ടികൾ പോലും ഈ ഖുറാൻ അവര് ഹൃദിസ്ഥമാക്കുന്നവരാണ്. എന്നാലും ക്രൈസ്തവരെന്ന് പറയുന്നവർക്ക് ഒരു വ്യക്തിയോട് ചോദിച്ചാൽ ബൈബിളിൽ എത്ര പുസ്തകങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ സാധിക്കയില്ല. എൻ്റെ അനുഭവങ്ങൾ കൂടെ ഞാൻ പറയുന്നത്. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. ഈ പുസ്തകം എഴുതിയ എഴുത്തുകാരെ കുറിച്ച് ചോദിച്ചാൽ അവർക്കറിയില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ ക്രിസ്തുമതം ഏറ്റവും ശോചനീയമായ ഒരു അവസ്ഥയിൽ, അതായത് ദൈവം നൽകിയ ഗ്രന്ഥത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ പാരമ്പര്യങ്ങളും മതവും, ഈ പാപ്പാ മതം അവരിൽ അടിച്ചേൽപ്പിക്കുന്ന ആ അനേകം അനാചാരങ്ങൾ അത് മതി രക്ഷയ്ക്ക് എന്ന് വിശ്വസിക്കുന്നവരാ അവര്. കുർബാന, വിശുദ്ധ കുർബാന അത് മതി രക്ഷയ്ക്ക്. അതുപോലെ തന്നെ സ്ഥൈരലേപനം, അല്ലെങ്കിൽ കൂദാശകൾ, അല്ലെങ്കിൽ ഈ ജപമാല, ഇങ്ങനെയുള്ള ആചാരങ്ങൾ, വിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥനകൾ, ഇതൊക്കെ മതി നമുക്ക് മോക്ഷത്തിന്, അല്ലെങ്കിൽ ജീവൻ പ്രാപിക്കാൻ ഇത് മതി. കർത്താവായ ക്രിസ്തുവിന്റെ, യേശുവിന്റെ രക്തത്തിലുള്ള വിശ്വാസമൊന്നും വേണ്ട. കുംഭസാരവും കുർബാനയും, കുർബാന അർപ്പിക്കുന്ന ഒരു പുരോഹിതൻ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഈ ക്രിസ്തുവിനെ ക്രൂശിച്ചത് ആരാ? ക്രിസ്തുവിനെ ക്രൂശിക്കാൻ പീലാത്തോസ് ക്രൂശിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ബറബ്ബാസിനെ മതി, ക്രിസ്തുവിനെ ക്രൂശിക്ക എന്ന് ആക്രോശിച്ച യഹൂദ ജനം, അവരെ അതിന് പ്രേരിപ്പിച്ച കപട ശാസ്ത്രിമാരും പരീശന്മാരും വേദശാസ്ത്രികളും, അവരാണ് ക്രിസ്തുവിനെ ക്രൂശിച്ചത്. റോമൻ പടയാളികളെക്കാൾ ക്രിസ്തുവിനെ ക്രൂശിച്ചതിലുള്ള ഉത്തരവാദിത്വം ഈ യഹൂദ കപട വിശ്വാസികൾക്കായിരുന്നു, ആ ശാസ്ത്രിമാർക്കും പരീശന്മാർക്കുമായിരുന്നു. എന്നാൽ നാം വേദപുസ്തകത്തിൽ കാണുക, നിങ്ങൾ വീണ്ടും വീണ്ടും ക്രിസ്തുവിനെ, എബ്രായ ലേഖനത്തിൽ നാം കാണുകയാണ്, നാം വീണ്ടും വീണ്ടും ക്രിസ്തുവിനെ
ക്രൂശിക്കുന്നവരാകരുത്. എന്നാൽ നാം നോക്കുക, ഇന്ന് ഈ ക്രൈസ്തവ സഭകളിൽ നാം കാണുന്നത് എന്താ? ദിവസേന 2ഉം 3ഉം കുർബാനകൾ അർപ്പിക്കുക പുരോഹിതൻ. അപ്പൊ ക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിൽ, ദിവസേന ക്രൂശിക്കുന്നതിൽ ഒരു ലജ്ജയുമില്ല, ഒരു മടിയുമില്ല, ഒരു പാപബോധവുമില്ലാതെ പുരോഹിത വർഗം ക്രിസ്തുവിനെ ക്രൂശിക്കുന്നവരായിത്തീർന്നു. ആ കാലത്തെ ആ ന്യായശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും വേദശാസ്ത്രികളുടെയും പിൻഗാമികളായി ഇന്നത്തെ പൗരോഹിത്യ വർഗവും ഈ പാപ്പാ മതവും അധപ്പതിച്ചു പോയില്ലേ? അപ്പൊ ഒരിക്കൽ 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവറിയിൽ ക്രിസ്തുവിനെ അവർ ക്രൂശിച്ചുവെങ്കിൽ അതിനുശേഷം ഇന്നാ ഏതാണ്ട് AD 536 ശേഷം ക്രൈസ്തവ മതമാണ് ക്രിസ്തുവിനെ ക്രൂശിക്കുന്നത്. ഈ പുരോഹിതന്മാരാണ് ആ പാപഭാരം ഏൽക്കുന്നത് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നില്ല, പ്രിയമുള്ളവരെ. അതുകൊണ്ട് സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി 1260 വർഷക്കാലം അവളെ അവിടെ പോറ്റുകയാണ്. ഈ 1260 വർഷം എന്നുള്ളത് വേദപുസ്തകത്തിൽ പല ഭാഗത്തും വളരെ പ്രാധാന്യം കൊടുത്ത് ഉദ്ധരിച്ചിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ഒരു കാലക്കണക്കാണ്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം അതിന്റെ 25-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും ദാനിയേൽ തന്നെ 7-ന്റെ 7, 8 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ദാനിയേൽ പ്രവചനത്തിന്റെ 12-ന്റെ 7-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ 1260 ദിവസം എന്നുള്ളത്. ഈ വെളിപാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 2ഉം 3ഉം വാക്യങ്ങളിൽ 42 മാസം വിശുദ്ധ നഗരത്തെ ചവിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 42 മാസം എന്നുള്ളത് 1260 വർഷമാണ്. ഒരു ദിവസത്തിന് ബൈബിളിൽ പ്രവചന അർത്ഥത്തിൽ ഒരു ദിവസം എന്നുള്ളത് ഒരു വർഷത്തെ കാണിക്കുന്നു. അപ്പൊ 42 മാസം എന്നുള്ളത് 3.5 വർഷക്കാലമാണ്. 3.5 വർഷത്തിനുള്ളത് 1260 ദിവസമാണ്. ആ 1260 ദിവസം എന്നുള്ളത് 1260 വർഷമാണ് പ്രാവചനിക അർത്ഥത്തിൽ. അപ്പോൾ ഈ വെളിപാട് പുസ്തകം 11-ാം അധ്യായത്തിൽ പറയാ വിശുദ്ധ നഗരത്തെ അവൻ ചവിട്ടും 42 മാസം. അതാണ് ഈ പറഞ്ഞ 1799 വരെ. എന്താ 99 സംഭവിച്ചത്? അന്ന് നെപ്പോളിയൻ അന്നത്തെ മാർപ്പാപ്പായെ ബന്ദിയായി നാടുകടത്തി കൊണ്ടുപോകുന്ന ഒരനുഭവം ഉണ്ടായി. അപ്പൊ അവർ എങ്ങനെയാ അതുവരെ വാണിരുന്നത്? അവര് വാഴാനുണ്ടായ അനുഭവങ്ങൾ, കാര്യങ്ങൾ അത് നമുക്ക് അടുത്ത ഖണ്ഡികയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ തീർച്ചയായും അതിലേക്ക് വരും. പക്ഷെ സമയം കടന്നു പോകുന്നത് കൊണ്ട് ഞാൻ ഇന്ന് ഈ ഒരു പ്രതിപാദ്യം ഇവിടെ നിർത്തുകയാണ്. വീണ്ടും ഞാൻ പറഞ്ഞു ഈ 1260 ദിവസം എന്നുള്ളത് വെളിപാട് പുസ്തകം തന്നെ ഈ അതേ അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി 1260 ദിവസം അവളെ അവിടെ പോറ്റി. വീണ്ടും 13-ന്റെ 5-ൽ വെളിപാട് പുസ്തകം 13-ന്റെ 5-ൽ നാം കാണുക ദൈവത്തിന്റെ വിശുദ്ധന്മാരോട് 42 മാസം യുദ്ധം ചെയ്തു. അപ്പൊ എത്ര കൃത്യമായിട്ടാ വേദപുസ്തകം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു രേഖാചിത്രം വരച്ചു കാണിക്കുന്നത്. അപ്പൊ ഈ ക്രൈസ്തവ സഭ, സത്യസഭയ്ക്ക് ഈ വിശ്വാസത്യാഗിനിയായ പാപ്പാ മതത്തിൽ നിന്നും ആ സഭയിൽ നിന്നും ഉണ്ടായ അനുഭവങ്ങൾ, അവൾ പ്രസവിച്ച കുട്ടിയാണ് പാപ്പാ മതം എന്നുള്ളത്, അല്ലെങ്കിൽ പാപ്പാധിപത്യം എന്നുള്ളത്. ഇവരാണ് എതിർ ക്രിസ്തു എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ എതിർ ക്രിസ്തുവിന്റെ അനുഭവങ്ങൾ, ക്രിസ്തുവിന്റെ വേഷത്തിൽ നിന്നുകൊണ്ട്, ക്രിസ്തുവിന്റെ അനുയായിയാണെന്ന് പറഞ്ഞുകൊണ്ട്, ക്രിസ്തുവിന്റെ സിംഹാസനത്തിൽ അവരോധിതനാണെന്ന് പറഞ്ഞുകൊണ്ട് തികച്ചും അക്രൈസ്തവമായിരിക്കുന്ന ഉപദേശങ്ങളും ആചാരങ്ങളും, തികച്ചും ജാതീയമായിരിക്കുന്ന അനേകം ആചാരങ്ങൾ ക്രൈസ്തവ സഭയിലേക്ക് കൊണ്ടുവന്ന് പാവപ്പെട്ട വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിട്ട് അവരെ എന്ത് ചെയ്യുന്നു? അവരുടെ ഇങ്ങനെയുള്ള ഓരോ ആചാരങ്ങൾക്കും വലിയ ഫീസ് ചുമത്തി അവരുടെ പക്കൽ നിന്നും അവരുടെ കയ്യിലെ കാശ് കീശയിലാക്കാൻ നടത്തുന്ന തന്ത്രങ്ങൾ നോക്കുക. സ്ഥൈര്യലേപനം, മരിച്ചവർക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനകൾ, ഇതുകൊണ്ടൊക്കെ എന്തു പ്രയോജനമുണ്ട്? ഞാൻ ഈ ഭാഗം അതുകൊണ്ട് ഇവിടെ ഞാൻ പര്യവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗം പറയുന്നത്, പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി എന്ന് പറഞ്ഞിട്ട് താഴേക്ക് പോവുകയാണ്. അപ്പൊ ആരാണ് ഈ മഹാസർപ്പം എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. മിഖായേലും
അവന്റെ ദൂതന്മാരും അവനോട് പടവെട്ടി. പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും പറയുന്നു, ഈ സമയത്തിന്റെ ഒരു പരിമിതികളുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ആ ക്ഷമയെ പരീക്ഷിക്കാനുള്ള മനസ്സില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഭാഗം ഇന്ന് ഈ അധ്യായം തീർക്കണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എങ്കിലും ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം തന്നെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും. അതിന് ദൈവം അനുവദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ തീർച്ചയായും ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ, ഇന്ന് നിലനിൽക്കുന്ന ഈ അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസികളിൽ നിന്നും മോചനം ലഭിച്ച് ദൈവത്തിന് കൊള്ളാവുന്ന മക്കളായി വളരുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്യങ്ങൾ ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്.